വരാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ ഒപ്പീനിയൻ പോൾ സർവേ ഒന്നാം ഘട്ട സർവേയിൽ 25 മണ്ഡലങ്ങളുടെ സർവേ ആണ് പുറത്തു വന്നത്. ഇത് രണ്ടാം ഘട്ടം അടുത്ത 25 മണ്ഡലങ്ങളുടെ സർവേ കൂടി പുറത്തുവിടുന്നു. അടുത്ത 25 മണ്ഡലങ്ങളുടെ സാധ്യതകൾ ആർക്കൊക്കെയാണെന്ന് നോക്കാം. രണ്ടാം ഘട്ട സർവേയിൽ ആദ്യം നോക്കുന്നത് തവനൂർ മണ്ഡലമാണ്. തവനൂർ മണ്ഡലം ഇത്തവണ UDF പിടിക്കുമെന്നാണ് പറയുന്നത്. UDF അവിടെ 48.86% വോട്ടും LDF അവിടെ 43.22% വോട്ടും NDAക്ക് 7.92% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ UDF തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത്. UDF അവിടെ 47.69% വോട്ടും LDF അവിടെ 40.60% വോട്ടും NDAക്ക് 11.71% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചിറ്റൂരാണ്. ചിറ്റൂർ ഇടതുമുന്നണിക്ക് തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത്. LDF അവിടെ 46.74% വോട്ടും UDF 41.25% വോട്ടും NDA 12.01% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കുന്നുകുളമാണ്. കുന്നുകുളം ഇടത്തോട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. LDF അവിടെ 47.21% വോട്ടും UDF 36.25%വും NDAക്ക് 16.54% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം ഇടത്തോട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. LDF അവിടെ 46.07% വോട്ടും UDF 35.39% വോട്ടും NDAക്ക് 18.54% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിലും ചെങ്കൊടി തന്നെ പാറുമെന്നാണ് പറയുന്നത്. LDF അവിടെ 44.12% വോട്ടും UDF 28.92%വും NDAക്ക് 26.96% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയും ഇടത്തോട്ട് തന്നെയാണ് ചായ്വെന്നാണ് പറയുന്നത്. LDF അവിടെ 45.70% വോട്ടും UDF 40.39% വോട്ടും NDAക്ക് 13.91% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്നത് പിറവ മണ്ഡലമാണ്. പിറവത്ത് UDF തന്നെയാണ് സാധ്യത. UDF അവിടെ 52.65% വോട്ടും LDF 37.71%വും NDAക്ക് 9.64% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കുന്നത്തുനാടാണ്. കുന്നത്തുനാട് ഇക്കുറി UDF പിടിക്കുമെന്നാണ് പറയുന്നത്. UDF അവിടെ 42% വോട്ടും LDF 34.50% വോട്ടും NDAക്ക് 23.50% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കിയിൽ തീപാറും പോരാട്ടമെന്നാണ് പറയുന്നത്. മുൻതൂക്കം LDF തന്നെ. LDF അവിടെ 47.52% വോട്ടും UDF 44.09%വും NDAക്ക് 8.39% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം തിരുവല്ലയാണ്. തിരുവല്ലയിൽ UDF മുൻതൂക്കം. UDF അവിടെ 44.90% വോട്ടും LDF അവിടെ 38.08%വും NDAക്ക് 17.02% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ഉദുമയാണ്. ഉദുമ ഇക്കുറിയും LDF തന്നെയാണെന്നാണ് പറയുന്നത്. LDF അവിടെ 48.26% വോട്ടും UDF 41.29% വോട്ടും NDAക്ക് 10.45% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചിറയൻകീഴാണ്. ചിറയൻകീഴിൽ ഇക്കുറിയും ചെങ്കോട്ടയായി തുടരുമെന്നാണ് പറയുന്നത്. LDF അവിടെ 41.38% വോട്ടും NDAക്ക് അവിടെ 29.56% വോട്ടും UDF 29.06% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ ഇക്കുറിയും ഇളക്കമില്ലാതെ തുടരുമെന്നാണ് പറയുന്നത്. LDF അവിടെ 46.57% വോട്ടും UDF 36.1% വോട്ടും NDAക്ക് 17.33% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കോവളമാണ്. കോവളം കൈപ്പിടിച്ച് തന്നെ ഉയരുമെന്നാണ് പറയുന്നത്. UDF അവിടെ 52.14% വോട്ടും
LDFന് 35.05% വോട്ടും NDAക്ക് 12.81% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ഇരിക്കൂറാണ്. ഇരിക്കൂറിൽ UDF ഇരിപ്പുറപ്പിച്ചു എന്നാണ് പറയുന്നത്. UDFന് അവിടെ 51.98% വോട്ടും LDFന് 35.65%, NDA 12.37% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ പൊടിവാറും പോരാട്ടമെന്നാണ് പറയുന്നത്. LDFും UDFും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. LDFന് അവിടെ 38.59% വോട്ടും UDFന് 37.21% വോട്ടും NDA 24.2% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചേർത്തലയാണ്. ചേർത്തല ഇക്കുറിയും ഇടതു ചേർത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. LDFന് അവിടെ 48.71% വോട്ടും UDFന് 40.41%, NDA 10.88% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് ഇക്കുറിയും മാറ്റമില്ലാതെ തുടരുമെന്നാണ് പറയുന്നത്. LDFന് അവിടെ 46.24% വോട്ടും UDF 39.47%, NDA 14.29% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി UDFന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് പറയുന്നത്. UDFന് അവിടെ 58.68% വോട്ടും LDFന് 34.35% വോട്ടും NDA 6.97% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം മണലൂരാണ്. മണലൂരിൽ വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. മണലൂരിൽ UDFന് തന്നെയാണ് മുൻതൂക്കം. UDFന് അവിടെ 39.6% വോട്ടും LDFന് 34.66%, NDA 25.74% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം മട്ടന്നൂരാണ്. മട്ടന്നൂര് ഇടത് കോട്ടയാണെന്നാണ് പറയുന്നത്. LDFന് അവിടെ 62.19% വോട്ടും UDFന് 27.03%, NDA 10.78% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചാത്തന്നൂരാണ്. ചാത്തന്നൂരിൽ ഇടത് തന്നെയാണെന്നാണ് പറയുന്നത്. LDFന് അവിടെ 41.79% വോട്ടും NDA 30.35% വോട്ടും UDF 27.86% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി UDFനൊപ്പമാണെന്നാണ് പറയുന്നത്. UDFന് അവിടെ 46.5% വോട്ടും LDF 43.3%, NDA 10.8% വോട്ടുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന മണ്ഡലം ഏറനാടാണ്. ഏറനാട് കൂറ് ലീഗിനോട് തന്നെയാണെന്നാണ് പറയുന്നത്. UDFന് അവിടെ 53.1% വോട്ടും LDF 40.8%, NDA 6.10% വോട്ടുമാണ് നേടുക. ഈ 25 സീറ്റുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ LDFന് തന്നെയാണ് ഏറിയ മുൻതൂക്കം. LDF 14 സീറ്റുകൾ വരെയും UDF 11 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.